നമസ്കാരം. ബാംഗ്ലൂരിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഇന്ന് ബീഹാറിലേക്ക് പോകുന്ന ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസ്സിൽ ഒരു യാത്ര പോവുകയാണ്. SMVT ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും രാവിലെ 9:15 ബീഹാറിലെ ദാനാപൂരിലേക്ക് പോകുന്ന സംഘമിത്ര എക്സ്പ്രസിലാണ് ഇന്നൊരു യാത്ര. നടന്നിപ്പോ SMVT ബംഗളൂരു റെയിൽവേ സ്റ്റേഷന്റെ ഇവിടെ എത്തിയേ. ഇവിടെ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽവേ സ്റ്റേഷന് വലിയ പ്രത്യേകതകളുണ്ട്. പെട്ടെന്ന് നോക്കിയാൽ ഒരു എയർപോർട്ടിന്റെ ടെർമിനൽ പോലെ ഇല്ലേ, അതുപോലെ തന്നെ ഈ ഭാഗത്താണ് പാർക്കിംഗ് ഒക്കെ വരുന്നത്. ഞങ്ങൾ 2 വർഷം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നല്ല വൃത്തിയായിരുന്നു. ഇപ്പോൾ ഈ സ്റ്റേഷന് കൂടുതലും ബംഗാൾ, ബീഹാർ, ആസാം ഭാഗത്തേക്കുള്ള വണ്ടികളാണ് പുറപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ വൃത്തിയൊക്കെ എങ്ങനെയാണെന്ന് ഇപ്പോൾ ഒന്ന് നോക്കണം. ഒരു തമ്പാക്കും കുക്കിയൊക്കെ വെച്ച് ഈ ഭാഗത്തൊക്കെ തുപ്പിയിട്ട് അലമ്പാക്കുമോ എന്നൊക്കെ അറിയണം. കാരണം നമ്മൾ ബീഹാറിനെ മറ്റ് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കാണുമ്പോൾ കിട്ടുന്നൊരു കാഴ്ചയില്ലേ, അതുപോലെയാണോ ഇവിടെ എന്നൊക്കെ നോക്കാനുണ്ട്. സ്റ്റേഷൻ്റെ പ്രധാന ഭാഗം ഇത് തന്നെയാണ്. സ്റ്റേഷൻ്റെ ഇവിടെ തന്നെ ചെറിയൊരു പ്രതിമയൊക്കെ ഉണ്ട്. ഈ ഭാഗത്തെല്ലാം നല്ല വൃത്തിയാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഫ്ലാഗ് ഇവിടെയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ നല്ല തിരക്കുണ്ട്. ബീഹാർ ഭാഗത്തേക്കൊക്കെ പോകേണ്ട ആൾക്കാർ തന്നെയാണ്, എല്ലാവരും ഉണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ട്രെയിൻ ഈ സമയത്ത് വരുന്നുണ്ടല്ലോ. ഇതിലൂടെയാണ് എൻട്രി. പിന്നെ ഈ സ്റ്റേഷന് മറ്റുള്ളൊരു പ്രത്യേകത, ഇന്ത്യയിലെ ആദ്യത്തെ എയർ കണ്ടീഷൻഡ് റെയിൽവേ സ്റ്റേഷനാണ്. അതായത് AC ആയിട്ടുള്ളത് ഈ മുന്നിൽ കാണുന്ന ഭാഗമില്ലേ, അത് മാത്രമാണ്. പ്ലാറ്റ്ഫോമിന് AC അല്ല കേട്ടോ. ഐ ലവ് ബംഗളൂരു. ഇവിടെ സംഘമിത്ര എക്സ്പ്രസിന്റെ പ്ലാറ്റ്ഫോം ഇതുവരെ റെഡി ആയിട്ടില്ല. 9:15 തന്നെയാണ് ഇന്ന് പുറപ്പെടുക. റെയിൽവേ സ്റ്റേഷന്റെ അകത്തേക്ക് കയറിയേ. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. പിന്നെ ഈ ഭാഗമാണ് AC ആയിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ഇവിടെ AC ഒന്നുമില്ല, നല്ല ചൂടാണ്. ഒരുപാട് പേരുണ്ടല്ലോ, അതാകാം. പിന്നെ ഈ പുറത്ത് തന്നെ ഒരുപാട് പേര് കിടക്കുന്നൊക്കെ കാണാം. ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. ഇതിന്റെ അകത്തിതാ തെരുവ് പട്ടികളൊക്കെയാണ്. ഇപ്പൊ നേരെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണെന്ന് തോന്നുന്നു ട്രെയിൻ. പ്ലാറ്റ്ഫോം നമ്പർ 1 ഇത് തന്നെയാണെന്ന് തോന്നുന്നു സംഘമിത്ര. നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ഇത് തന്നെ ആവും. കാരണം ഇതിന്റെ ഭാഗത്തേക്കൊന്നും വരാൻ പറ്റുന്നില്ല. നമുക്ക് എന്തായാലും ഇതിന്റെ സ്ലീപ്പർ ക്ലാസ്സും അൺറിസർവ്ഡിലൊക്കെ ഇപ്പൊ എങ്ങനെയാണ് അവസ്ഥ എന്നൊക്കെ നോക്കിയിട്ട് വരാം. അത് ഇത് തന്നെ വണ്ടി ഇതല്ലേ. അൺറിസർവ്ഡിലേക്ക് നമുക്കൊന്ന് കയറാം. 7:50 ആയതേ ഉള്ളൂ. വലിയ തിരക്കൊന്നും ഇപ്പം ഇല്ല. പക്ഷെ ആൾക്കാരൊക്കെ വന്ന് സീറ്റിൽ നേരത്തെ ഇരുന്നു. എല്ലാം ബീഹാർ ടിക്കറ്റ് തന്നെ ആയിരിക്കും. പിന്നെ ഈ ട്രെയിൻ ഒരു വല്ലാത്തൊരു ദുർഗന്ധമാണ്. ടോയ്ലറ്റിൻ്റെ അടുത്തേക്കേ പോകാൻ പറ്റുന്നില്ല. സീറ്റിംഗ് ആയി. പക്ഷെ ഇപ്പൊ വന്നാലും ഇരിക്കാനുള്ള സീറ്റുകളൊക്കെ കിട്ടും. ചെന്നൈക്ക് കഴിയണേ ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്ക് വരണമെങ്കിൽ. ഈ ട്രെയിന് ഫസ്റ്റ് AC ഒക്കെ ഉണ്ട്. ഫസ്റ്റ് AC, സെക്കൻഡ് AC, തേർഡ് AC അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത് ഇതിന്റെ S1 കോച്ചിലാണ്. 7:53 ആയതേ ഉള്ളൂ. 2022 314 കോടി രൂപ ചെലവിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത്. അതുപോലെ തന്നെ SMVT എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ഫുൾ പേരൊന്നും അറിയണമല്ലോ. അതായത് S എന്ന് പറഞ്ഞാൽ സർ, M എന്ന് പറഞ്ഞാൽ മോശഗുണ്ടം, V എന്ന് പറഞ്ഞാൽ വിശ്വേശ്വരായ, T ടെർമിനൽ. അപ്പം സർ മോശഗുണ്ടം വിശ്വേശ്വരയുടെ പേരിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെടുന്നത്. അദ്ദേഹം ആരാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സിവിൽ എഞ്ചിനീയറാണ്. റെയിൽവേ സ്റ്റേഷന്റെ ഈ ഭാഗത്ത് എത്ര തെരുവേട്ടികളാണെന്ന് നോക്കിയേ. സ്റ്റേഷൻ്റെ അകത്തുമുണ്ട്, ഇവിടെ ഈ പുറത്തായിട്ടുമുണ്ട്. എല്ലാം ഈ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. 122-95 അതാണ് ട്രെയിൻ നമ്പർ. പിന്നെ ഇതിൽ കന്നഡ എഴുതാൻ കാരണം ഇത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേൻ്റെ വണ്ടിയാണ്. അപ്പോൾ അവരാണിത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ S1 കോച്ചിലേക്ക് പോവാം. ഈ 2 അൺറിസർവ്ഡ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് S1. അൺറിസർവ്ഡ് കോച്ചിൻ്റെ ഇവിടെ തന്നെ ആയതുകൊണ്ട് എന്തായാലും ഒരുപാട് അൺറിസർവ്ഡ് ടിക്കറ്റുകാരൊക്കെ ഇതിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. ഈ S1 കോച്ചിലാണ് ഇന്ന് യാത്ര. 2019 മേഡ് കോച്ചാണിത്.
58ഉം 64ഉം ആണ് നമ്മുടെ ബെർത്ത്. സൈഡ് ഓവറും സൈഡ് അപ്പറും പ്രിഫറൻസ് കൊടുത്തതാണ്. ഒരു സൈഡ് അപ്പർ കിട്ടി. 64 സൈഡ് അപ്പർ. അപ്പോൾ 58 ഇവിടെ 58 ഈ മിഡിൽ ബെർത്ത് ആണ്. അതായത് സൈഡിൽ ഓവർ കൊടുത്തപ്പോൾ കിട്ടിയത് മിഡിൽ ബെർത്ത്. എന്തുകൊണ്ടാണ് നിങ്ങൾ സൈഡ് അപ്പറും സൈഡ് ലോവർ എടുക്കാത്തതെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് കാരണം. എങ്ങനെ പ്രിഫറൻസ് കൊടുത്താണ് കിട്ടുന്നത്? മിഡിൽ ബെർത്ത് ആണ്. കുഴപ്പമില്ല. ഈ സൈഡ് അപ്പറിലുള്ള ആൾക്കാർക്ക് ഇവിടെ ഇരിക്കാനുള്ള അനുമതി ഉണ്ടല്ലോ. ഞാൻ എന്തായാലും ഇവിടെ ഇരിക്കും. നവി എന്തായാലും ഇവിടെ ഇരുന്നോ. ഇത് എന്തായാലും സൈഡ് ലോവർ RAC ആയിരിക്കും അല്ലേ? RAC അത് എടുത്തു പറയണം. RAC എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടുപേരുണ്ടല്ലോ. പക്ഷെ ഈ സൈഡ് അപ്പറിലെ ആൾക്ക് പകല് താഴെ വന്നിരിക്കാനുള്ള ഒരു ഇതും കൂടി ഉണ്ട്. അതായത് 3 ആൾക്കാർ നേരം താഴെ. ഈ ട്രെയിനിന്റെ സ്ലീപ്പർ ക്ലാസ്സിൽ കയറി ബീഹാറിലേക്കൊന്നും ഞങ്ങൾ യാത്ര ചെയ്യുന്നില്ല. ചെറിയൊരു യാത്ര മാത്രമേ ഉള്ളൂ. ചെന്നൈയിലേക്കാണ് പോകുന്നത്, പെരാമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ സ്ലീപ്പർ ക്ലാസ്സിന് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 270 രൂപയാണ്. ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെടുന്നതിന് മുന്നേ വണ്ടീന്റെ ഇവിടത്തെ വൃത്തി കണ്ട അടിപൊളിയാണ്. ഈ സൗത്ത് വെസ്റ്റേൺ റെയിൽവേന്റെ ക്ലീനിങ് എടുത്തു പറയേണ്ടതാണ്. എല്ലാ വണ്ടിയിലും പക്കയാണ്. ഇതിനിപ്പോൾ ഒരു 2ാമത്തെ ദിവസമൊക്കെ ആകുമ്പം ഈ ടോയ്ലറ്റിന്റെ ഇവിടത്തേക്ക് അവസ്ഥ തമ്പാക്കൊക്കെ വെച്ച് തുപ്പി ആകെ കുളവാക്കുന്നില്ല കാര്യത്തിൽ ഉറപ്പാണ്. പിന്നെ ഇവിടെ ഹാൻഡ് വാഷ് ഒക്കെ ഇവര് കൊടുത്തിട്ടുണ്ട്. ഇനി സംഗമിത്ര എക്സ്പ്രസിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ഈ SWRന്റെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ട് ഓടുന്ന ഒരു ഡെയിലി ട്രെയിനാണ് സംഗമിത്ര എന്ന് പറയുന്നത്. ഇത് ആദ്യമായി ഓടിയത് 1988 സമയത്താണ്. അന്ന് ഈ വണ്ടി ഈ പറയുന്ന പട്നയിൽ നിന്ന് ചെന്നൈ വരാനുണ്ടായത്. പിന്നീട് 2001 ചെന്നൈയിൽ നിന്ന് കർണാടകയിലെ ഈ പറഞ്ഞ യശ്വന്തൂരിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. പക്ഷെ പിന്നീട് എന്താ പറയാം, 2022 ഈ പുതിയ റെയിൽവേ സ്റ്റേഷൻ വന്നല്ലോ SMVT. അന്നാണ് യശ്വന്തൂരിൽ നിന്ന് SMVTയിലേക്ക് മാറിയത്. അതുപോലെ തന്നെ സംഗമിത്ര എന്ന് പറഞ്ഞൊരു പേര് കൂടി ഉണ്ടല്ലോ. അതെന്താണെന്ന് നമുക്ക് അറിയണ്ടേ. അതായത് നമ്മുടെ ബീഹാറിന്റെ തലസ്ഥാനമായ പട്ന അന്ന് അറിയപ്പെടുന്നത് പാടലിപുത്രനാണ്. ആ പാടലിപുത്രയുടെയും മൗര്യ സാമ്രാജ്യത്തിന്റെയും ഭരണാധികാരിയായ അശോക ചക്രവർത്തി ഉണ്ട്. ആ അശോക ചക്രവർത്തിയുടെ മകളാണ് സംഗമിത്ര. അങ്ങനെയാണ് ഈ പറഞ്ഞ ട്രെയിന് ആ ഒരു പേര് വന്നത്. ട്രെയിൻ പുറപ്പെടുന്നതിന് മുന്നേ തന്നെ TT ഒക്കെ വന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ നല്ല ചെക്കിംഗ് ആണ്. അതായത് ഈ അൺറിസർവ്ഡ് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ടോ എന്ന് നോക്കാനാണ്. ചെക്കർമാരുണ്ട് ഒരുപാട്. 9:10 സമയം. ട്രെയിൻ പുറപ്പെടാൻ ഇനി ഒരു 5 മിനിറ്റ് കൂടി ഉണ്ട്. അത്യാവശ്യം ജനറലൊക്കെ ഫുള്ളായി തന്നെ പറയാം. നമ്മൾ നേരത്തെ മുന്നിലത്തെ ജനറൽ പോയില്ലേ, സമയം ഇത്രക്ക് തിരക്ക് വന്നിട്ടുണ്ടായില്ലേ. ഇപ്പം പുറപ്പെടേണ്ട സമയമാകുമ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരെ. SMVT ഇങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റോപ്പായ കൃഷ്ണരാജപുരം, അതുപോലെ തന്നെ അങ്ങോട്ടൊക്കെ എത്തുന്ന സമയത്ത് തിരക്കെന്തായിരിക്കും? ഒമ്പത് 17 ഇവിടുന്ന് ട്രെയിൻ എടുത്തത്. ഇതുവഴിയാണ് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് കയറി വന്ന ഒരു ഭാഗം. ഇവിടേക്ക് എന്ത് തിരക്കാന്ന് നോക്കിയേ. ഇവിടെയുള്ള ഭൂരിഭാഗം ആൾക്കാരും സൗത്ത് ഇന്ത്യൻസ് ഒന്നും അല്ല, ഏതൊക്കെയോ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. സ്റ്റേഷന്റെ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാം. ഇത് KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ട്രാക്കാണ്. ഇത് നേരെ കൃഷ്ണരാജപുരം എത്താനായി.
9:28 ട്രെയിൻ ഇപ്പോൾ കൃഷ്ണരാജപുരം സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. കൃഷ്ണരാജപുരത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ കയറാനുണ്ട്. കൂടുതലും അൺറിസർവ്ഡിലേക്കാണ് കയറി പോകുന്നത്. ഇവിടെ ഈ S1-ലധികം ആൾക്കാരൊന്നും കയറാനുണ്ടായിരുന്നില്ല. തിരുവനന്തപുരം നോർത്ത് SMVT ബംഗളൂരു ഹംസഫർ. ഇവിടെ ഇപ്പോഴും കൊച്ചുവേലി തന്നെയാണ് പറയുന്നത്. ഈ റെയിൽവേ ഈ പേര് മാറ്റാൻ ആദ്യം മാറ്റേണ്ടത് റെയിൽവേ സ്റ്റേഷനുകളിലെ അനൗൺസ്മെൻറ്റും ട്രെയിനിൻ്റെ ബോർഡുമാണ്. പല റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോഴും കൊച്ചുവേലി തന്നെയാണ്. അതാണ് റെയിൽവേ ആദ്യം മാറ്റേണ്ടത്. ബംഗളൂരു മെട്രോ അതങ്ങനെ അതുവഴിയാണ് പോവുക. ട്രെയിൻ ഇപ്പോൾ 120 km/h സ്പീഡിലാണ് പോകുന്നത്. കൃഷ്ണരാജപുരം കഴിഞ്ഞ ഉടനെ തന്നെയുള്ള ഒരു സ്പീഡ്. എൻ്റെ പുറകിൽ കണ്ട അവരൊരു ടീമായിട്ട് വന്നതാണ്. അവര് 11 പേരുണ്ട്. അതിൽ 5 പേർക്ക് മാത്രമേ റിസർവേഷൻ ടിക്കറ്റ് ഉള്ളൂ. ബാക്കിയുള്ളവർ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്ത് കയറിയവരാണ്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ചെക്കർ ഫൈൻ എഴുതി കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് പേര് ഈ ട്രെയിനിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് ലിസ്റ്റ് പേപ്പർ ടിക്കറ്റ് എടുത്തിട്ടും ഒരുപാട് പേര് കയറുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിലവിലിപ്പം ഈ ട്രെയിനിൻ്റെ അകത്ത് തിരക്ക് വന്നിട്ടില്ല. കുറച്ച് സ്റ്റേഷൻസ് എത്തണം. ഏകദേശം ഒരു കാട്ട്പാടി ജോളാർപേട്ടയ്ക്ക് എത്തുമ്പോഴേ ഇതിൻ്റെ ഒരു തിരക്കിൻ്റെ ആ ഒരു കാര്യം നമുക്ക് എടുത്ത് പറയാൻ പറ്റുള്ളൂ. ജനറൽ ടിക്കറ്റ് എടുത്ത് വന്നില്ല ആൾക്കാരില്ലേ, അവർക്കാരും TT ഇവിടെ ഇരുന്നോന്ന് പറഞ്ഞിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. ഇതാണ് അവസ്ഥ. തന്നെയാണ്. അതായത് അവർക്ക് ഇനിയിപ്പോൾ സ്ലിപ്പ് എഴുതി കൊടുത്താണ്ടല്ലോ, പിന്നെ അവർ ഈ കോച്ചിൽ നിന്ന് ഇറങ്ങൂല. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ മനു, ഇതേപോലെ സ്ലിപ്പ് എഴുതി കൊടുത്താൽ എല്ലാവർക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാലല്ലോ അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കിയേ. അല്ല, അത് വേറെ കാര്യമുണ്ട്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇതുപോലെയുള്ള സ്ലിപ്പൊന്നും അധികം എഴുതി കൊടുക്കില്ല. സ്ലീപ്പർ ടിക്കറ്റ് ഇല്ലാതെ സ്ലീപ്പർ ക്ലാസ്സിൽ കയറിയ ഇറങ്ങ് പുറത്ത്, അങ്ങനെയാണ് നമ്മുടെ TT-മാർ പറയുക. കാരണം അതൊരു നല്ല കാര്യമാണ്. കാരണം റിസർവേഷൻ ചെയ്ത് പോകുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ടിക്കറ്റ് എടുത്ത് കയറി സ്ലിപ്പ് എടുത്ത് കയറിയാൽ അവരുണ്ടാക്കുന്ന ഒരു ഉപദ്രവം അത് വല്ലാത്തതാണ്. കാരണം നമ്മുടെ ബെർത്തിൽ വന്നിരിക്കുക, നമ്മൾ ഇറങ്ങി പോകുന്ന സമയത്ത് നമ്മുടെ ബെർത്തിൽ വന്ന് കയറി കിടന്നുറങ്ങുക, അതൊക്കെയാണ് അതുകൊണ്ടുള്ള ഒരു ഉപദ്രവം. വന്ദേ ഭാരത്. പൈസ വാങ്ങാനുള്ളവർ വരില്ല അല്ലേ? അങ്ങോട്ട് ക്യാമറ കാണിക്കുന്നില്ല കേട്ടോ. 10 പൈസ കൊടുക്കണ്ട, മലയാളം സംസാരിച്ചാൽ മതി കേട്ടോ. അതെ അതെ, അത് സംസാരിച്ചാൽ അവർക്ക് മനസ്സിലാവില്ലല്ലോ. ഇപ്പൊ നല്ല പോക്കിൽ തന്നെയാണ്. പൈസ ഇല്ല അങ്ങനെ പറഞ്ഞാൽ മതി. എത്രണ്ണം നോക്കിയ ശരിക്കും പറഞ്ഞാല് ഇവരെയാണ് ഈ ഇങ്ങനെയുള്ളവരാണ് ട്രെയിൻ ഒഴിവാക്കേണ്ടതല്ലേ? ആ അല്ല, ഇത് ബീഹാറിലേക്ക് ഇതിന്റെ ഏറ്റവും കൂടുതലായിട്ടാണ് ഉണ്ടാവുക. ഇവരെല്ലാം ഇതാ പോയി. അടുത്തൊരാളും കൂടെ ഇവിടെ വന്നിരിക്കുകയാണ്. അവരോട് ഒന്നും നല്ല കേട്ടോ, കുറേ ഉണ്ട്. എന്തല്ലേ തെറിയൊക്കെ പറയുന്നുണ്ട്. അടുത്ത ടീം വരികയാണ്. ശരിക്കും പറഞ്ഞാണ്ടല്ലോ ചാകര എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഇത്. അവര് മാത്രമേ ഉള്ളൂ. ഒരുപാട് ടീമുണ്ട്. മാറി കയറി അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുക, പൈസ വാങ്ങാം, എന്ത് പറയാം. ഇപ്പൊ തന്നെ ഒന്നും പോയില്ലേ? ഒരുപാട് ഇനിയും വരും.
ബംഗാരപ്പേട്ടിലേക്ക് 3 കിലോമീറ്റർ കൂടി ഉണ്ട്. അതിന് മുന്നേ ഉള്ള ഒരു വലിയ വളവ്. അങ്ങനെ TT വന്നിരിക്കുകയാണ്. TTയും ചക്രമാരും ഒരുപാട് ഈ ട്രെയിനിലുണ്ട്. 10:12 ട്രെയിൻ ഇപ്പോൾ ബംഗാരപ്പേട്ട് ജംഗ്ഷനിലെത്തി. ഇത് ഹംസഫറാണ്. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ശ്രീഗംഗാനഗറിലേക്ക് പോകുന്ന ഹംസഫർ. ഇത് ഞങ്ങൾ ഫുൾ യാത്ര ചെയ്തിട്ടുണ്ട്. ശ്രീഗംഗാനഗറിൽ നിന്ന് തിരുച്ചിറപ്പള്ളിയിലേക്ക്. നല്ലൊരു സർവീസാണിത്. കർണാടകയിൽ നിന്ന് മാറി ട്രെയിൻ ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെത്തി. കുപ്പം. ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്. ഇത് ഉദയ് എക്സ്പ്രസ് ആണ്. കോയമ്പത്തൂർ ബാംഗ്ലൂർ. AC ഡബിൾ ഡെക്കർ. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇനി തമിഴ്നാടാണ്. ഈ വണ്ടിയാണ് കേരളത്തിലേക്ക് നീട്ടുമെന്ന് പറഞ്ഞത്, പാലക്കാടേക്ക്. എന്തായിപ്പോ അതിൻ്റെ ഒരു വിവരേ ഇല്ല ഇപ്പോൾ. ഈ ട്രെയിനിൽ ഒരുപാട് പൈസ വാങ്ങിക്കാനുള്ള ആൾക്കാർ തലങ്ങും വിലങ്ങും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾ എല്ലാം ഒന്നും കാണിക്കുന്നില്ല, ചെറിയ കുറച്ച് ക്ലിപ്സുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ചിലതൊക്കെ വളരെ വൃത്തികേടായിട്ടുള്ള രീതിയിലാണ് ബാക്കിയുള്ള പാസഞ്ചറിനോടൊക്കെ പെരുമാറുന്നത്. നേരത്തെ നവീൻ പറഞ്ഞ പോലെ തുണി നോക്കി കാണിക്കുക, തെറി പറയുക, പൈസ കൊടുത്തില്ല തെറി പറയുക, അങ്ങനെയൊക്കെയാണ്. പലരും പറയും ഇവർക്ക് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ അവർ നമ്മളെ ശപിച്ചു കഴിഞ്ഞാൽ നമുക്കാണ് മോശം. അങ്ങനെയൊന്നും തന്നെ ഇല്ല. അവർക്ക് പൈസ കൊടുക്കാൻ താല്പര്യമില്ലേ, കൊടുക്കണ്ട. കാരണം ചിലവരാണെങ്കിൽ ഈ നമ്മൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലോ ചിലവർ സൂചിയൊക്കെ എടുത്ത് കുത്തുകയൊക്കെ ചെയ്യും, തലയൊക്കെ പിടിച്ച് വലിക്കും. ആ ഭാഗത്തേക്ക് യാത്ര ചെയ്തിട്ടുള്ളവർക്ക് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പെട്ടെന്ന് മനസ്സിലാവും. തമിഴ്നാട്ടിലേക്ക് കയറിയേ അങ്ങ് മുന്നിൽ കാണുന്ന മലനിരകളില്ലേ, അതിൻ്റെ പേരാണ് യലഗിരി. ജോളാർപേട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് നോക്കിയാൽ തന്നെ ഈ മലനിരകളൊക്കെ കാണാൻ പറ്റും. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ കാണാം. ജോളാർപേട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു 10 കിലോമീറ്ററിന് താഴെ മാത്രമേ ദൂരം ഉള്ളൂ ഇനി. പാൻട്രിയിലത്തെ ജീവനക്കാരുണ്ട്. ആ പച്ചമുളകൊക്കെ ഇവിടെ സ്ലീപ്പർ ക്ലാസ്സിൽ വന്നിട്ടാണ് ചെയ്യുന്നത്. എന്താ അല്ലേ, ബാംഗ്ലൂരിൽ നിന്നും ജോളാർപേട്ട ടച്ച് ചെയ്യാതെ സേലം ഭാഗത്തേക്ക് പോകുന്ന ട്രാക്കാണിത്. സേലം ഭാഗത്ത് വരുന്ന ആ ട്രാക്കിലേക്ക് ഇങ്ങനെ ഇതാ എത്തി. മുന്നിലിതാ യലഗിരി മലനിരകൾ. ഇതിലൂടെയാണ് ഹൈവേ കടന്നു പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ജോളാർപേട്ട റെയിൽവേ സ്റ്റേഷനിൽ നോക്കിയാൽ ഈ മലനിരകൾ നല്ല
വ്യക്തമായി കാണാമെന്ന്. ഒരു ദിവസം എന്തായാലും യലഗിരി ഭാഗത്തേക്കൊരു യാത്ര പോകണം. ഇവിടുന്ന് അടുത്താണ് ജോളാർപേട്ട ജംഗ്ഷൻ. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബൃന്ദാവൻ എക്സ്പ്രസ് ആണത്. ജോളാർപേട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 ഓണിയൻ സമൂസ വാങ്ങിച്ചു. ട്രെയിൻ ഇപ്പോൾ 130 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജോളാർപേട്ട കാട്ട്പാടി സെക്ഷനിൽ ഒരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാണ്. ദാനാപൂരിൽ നിന്ന് SMVT ബംഗളൂരിലേക്ക് പോകുന്ന സംഘമിത്ര. പന്ത്രണ്ട് 40 ട്രെയിൻ ഇപ്പൊ കാട്ട്പാടി ജംഗ്ഷനിലേക്ക് എത്തിയേ. ഇവിടെ 20 മിനിറ്റ് ആണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇവിടുന്ന് അധികം ആൾക്കാരൊന്നും സ്ലീപ്പറിലേക്കൊന്നും കയറാനൊന്നുമില്ല. പക്ഷെ അൺറിസേർവ്ഡ് ഉണ്ടോ? അൺറിസേർവ്ഡ് ഓൾമോസ്റ്റ് ഫുള്ളാണിപ്പോൾ. നല്ല തിരക്കുണ്ട്. ഇനിയിപ്പോൾ ചെന്നൈ എത്തുന്നതിന് മുന്നേ, പെരമ്പൂർ എത്തുന്നതിന് മുന്നേ ഒരു സ്റ്റോപ്പ് കൂടി ഉണ്ട്, അറക്കോണം. പിന്നെ ഇവിടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഫുഡൊക്കെ വിൽക്കുന്നുണ്ട്. ഈ ട്രെയിനിൽ ഓൾറെഡി പാൻട്രി ഉണ്ട്. ബിരിയാണിയൊക്കെ 50 രൂപക്ക്. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കയറിയ സമയത്ത് കാട്ട്പാടി എത്തിയതല്ലേ ഉള്ളൂ. ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു തിരക്കൊന്നും വരാനായിട്ടില്ല എന്ന് പറയാം. കാരണം ഇനിയിപ്പോ കഴിഞ്ഞതിന് ശേഷം പെരാമ്പൂർ, വിജയവാഡ, പിന്നെ അങ്ങോട്ട് നാഗ്പൂർ എത്തുന്ന സമയത്താണ് അപ്പൊ ഈ പറഞ്ഞ പോലെ ആ ഒരു സ്ഥലത്തൊക്കെ എത്തുന്ന സമയത്താണ് നല്ല തിരക്ക് വരിക. പെരാമ്പൂർ എത്തുമ്പോൾ അത്യാവശ്യം ചെന്നൈ ഭാഗത്ത് ഒരുപാട് ആൾക്കാരൊക്കെ കയറും. അപ്പം ഞങ്ങൾ പല യാത്ര ചെയ്യുന്ന സമയത്ത് ഈ സംഘമിത്ര എക്സ്പ്രസ് വഴി വെച്ച് കണ്ടിട്ടുണ്ട്. അതായത് വിജയവാഡ വെച്ച് കണ്ടിട്ടുണ്ട്, നാഗ്പൂർ വെച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ കണ്ടത് ഈ പറഞ്ഞ പോലെ ജബൽപൂർ, മധ്യപ്രദേശ് വഴിയാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പം ജബൽപൂർ വെച്ച് കണ്ട സമയത്ത് ഈ സ്ലീപ്പർ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പുറത്ത് പ്ലാറ്റ്ഫോമിൽ കണ്ട സമയത്ത് സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ല്. അതോ ഈ സ്ലീപ്പർ എന്ന് പറഞ്ഞാൽ ജനറൽ പോലത്തെ ഒരു സാഹചര്യം അന്ന് കണ്ടത്. അപ്പം ഇതിപ്പോൾ തുടക്കമായതുകൊണ്ടാണ്. അതുപോലെ തന്നെ വേറെ കാര്യം, ഞങ്ങളൊരു സുഹൃത്ത് മുമ്പേ കാട്ട്പാടിന് ജബൽപൂർ യാത്ര ചെയ്യുന്നുണ്ടായി. അതായത് ഈ സെയിം ട്രെയിനിൽ. ആ യാത്രക്കുണ്ടായ അനുഭവം ഞങ്ങളോട് വിവരിക്കണ്ടേ. കാരണം ഈ ട്രെയിൻ എന്ന് വെച്ചാൽ അന്നേ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ വേശ്യാല എന്നൊക്കെ പറയുമല്ലോ, അതേപോലെയാണ് അതായത്. അതായത് ഈ ട്രെയിനിൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ലഹരി പദാർത്ഥങ്ങളായിട്ട് സംഭവം എല്ലാം വെള്ളടി ടീംസാണ്. പിന്നെന്ന് വെച്ചാൽ ഈ പറഞ്ഞ മറ്റേ ഹിജഡുകളും മറ്റു കാര്യങ്ങളൊക്കെ പോയി വെറും അലമ്പ് ട്രെയിൻ. അന്ന് എന്നോട് എൻ്റെ ആ സുഹൃത്ത് പറഞ്ഞാണ്, അത്രയും മോശം ട്രെയിനാണ്, നിങ്ങൾ ഒരു കാരണവശാലും ഇതിൽ സ്ലീപ്പറായിട്ട് എൻ്റെ ടു എൻ്റെ ഒന്ന് യാത്ര. അതായത് ഈ ട്രെയിനിൽ തിരക്ക് വലിയ വിജയവാഡയൊക്കെ എത്തണം. ശരിക്കും പറഞ്ഞാൽ തിരക്ക് ആണെങ്കിൽ വിജയവാഡ എത്തണം. അതിനുശേഷം മാത്രമേ ഈ ട്രെയിനിന്റെ ആ ഒരു രൂപവും ഭാവവും ഒക്കെ ഒന്ന് മാറുള്ളൂ. 1:40 ട്രെയിൻ ഇപ്പോൾ അറക്കോണം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. അറക്കോണം മുതൽ ഇനിയിപ്പോൾ ചെന്നൈയിലേക്കുള്ള സബർബൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങാനുള്ളത്, പെരാമ്പൂർ. ടാറ്റാ നഗർ എറണാകുളം എക്സ്പ്രസ് ആണിത്. ഇവിടെ അൺറിസേർവ്ഡിലെ ടിക്കറ്റുകാരൊക്കെ മൊത്തം നമ്മുടെ സ്ലീപ്പർ ക്ലാസ്സിലേക്ക് വരണം. RPF വെച്ചിട്ട് മൊത്തം പ്രശ്നമായി.
ഇതാണ് ട്രെയിനിലത്തെ അവസ്ഥ കേട്ടോ. സ്ലീപ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെ ഒടുക്കത്തെ തിരക്കായി. അറക്കോണം ഭാഗത്ത് സെൻട്രൽ ഭാഗത്തേക്ക് പോകുന്ന ലോക്കൽ ട്രെയിനുകളാണ്. ബംഗളൂരുവിൽ നിന്നും 345 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇപ്പോൾ ഇതാ ചെന്നൈയിലെ പെരാമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. രണ്ടേ 45 സംഘമിത്ര സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് SMVT பெங்களூரு இருந்து தானாபூர் வரை செல்லும் நடைமேடை ஒன்றில் உள்ளது. गाड़ी संख्या 1229 संघमित्रा सुपर फास्ट एक्सप्रेस SMVT बेंगलुरु से दानापुर तक जाने वाली प्लेटफॉर्म क्रमांक 1 पर खड़ी है. ഈ ദാനാപൂർ എന്നത് ബീഹാറിലെ പട്നയ്ക്കടുത്തുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ്. അതുപോലെ തന്നെ 2300 കിലോമീറ്ററിന് മേളിൽ ഈ ട്രെയിൻ ഓടാനുണ്ട്. ട്രെയിൻ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ വിജയവാഡ, നാഗ്പൂർ, ജബൽപൂർ, പ്രയാഗ്രാജ് വഴിയാണ്. നാളെ അല്ല മറ്റന്നാൾ രാവിലേക്ക് ആവുന്ന സമയത്ത് ഇത് ദാനാപൂർ എത്തും. ഇനി ഇവിടുന്ന് ഞങ്ങൾ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് പോവുകയാണ്. നമുക്ക് ഇവിടുന്ന് ആദ്യം പോയിട്ട് ലോക്കൽ ടിക്കറ്റ് എടുക്കാം. ഒരു ലോക്കൽ ട്രെയിൻ ഈ സമയത്ത് വരാനുണ്ട്. ഈ ട്രെയിനിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ സ്ലീപ്പർ ക്ലാസ് അൺറിസർവ്ഡ് ഒഴിവാക്കുക. AC ആണ് ഏറ്റവും ബെറ്റർ. സംഘമിത്ര ഇവിടുന്ന് ഇതാ എടുത്തിട്ട് പോവുകയാണ്. പേരാമ്പൂരിൽ നിന്നും സെൻട്രൽ ഭാഗത്തേക്ക് 5 കിലോമീറ്റർ ആണ് പോകാനുള്ളത്. ലോക്കൽ ട്രെയിൻ ഒരാൾക്ക് 5 രൂപയാണ് ടിക്കറ്റ് ആയത്. തിരുത്താണിയിൽ നിന്ന് വരുന്ന ലോക്കലാണിത്. നമുക്ക് എവിടെയെങ്കിലും കയറാം. അങ്ങനെ യാത്ര ചെയ്ത് ചെന്നൈ സെൻട്രൽ സബർബൻ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ എക്സ്പ്രസ് ട്രെയിനുകളൊന്നും ഉണ്ടാവില്ല, ലോക്കൽ ട്രെയിനുകൾ മാത്രം. സബർബൻ സ്റ്റേഷൻ ഇതാണ്. അതിന്റെ ഈ ഭാഗത്ത് തന്നെയാണ് MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. സംഘമിത്ര എക്സ്പ്രസിന്റെ ചെറിയൊരു യാത്രയാണ്. ശരിക്കും അതിൽ സ്ലീപ്പർ ക്ലാസ്സിൽ പോകുമ്പോഴാണ് ആ ഒരു യാത്രേന്റെ ഒരു ഭീകരത മനസ്സിലാക്കാൻ പറ്റുക. കുറച്ചും കൂടെ നമ്മൾ യാത്ര ചെയ്യുവാണെങ്കിൽ അത് മുഴുവനായി മനസ്സിലാക്കാൻ പറ്റുകയാണ്. അതായത് കാട്ട്പാടിക്ക് ശേഷമാണ് തിരക്ക് വരുന്നത്. അതുവരെ സ്വാഭാവികം കുറച്ച് തിരക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് വിജയവാഡ അങ്ങനെ പോകുന്ന സമയത്ത് സ്ലീപ്പർ എന്ന് പേര് മാത്രമേ ഉള്ളൂ, അത് ജനറൽ ആവും. പിന്നെ എന്തെന്ന് പറഞ്ഞാൽ എടുത്തു പറയുന്ന കാര്യം കണ്ടിട്ടുണ്ടാവും ഓൾറെഡി വീഡിയോയിൽ. വിജയടകളെ ശല്യം കൊണ്ട് ഒരു നിവൃത്തിയില്ല എന്ന് പറയാം. പക്ക ശല്യം തന്നെയാണ്. എങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ റെയിൽവേയിൽ ആളുകൾ വെറുക്കുന്നത് വെച്ചാൽ ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ നേരത്തെ പറഞ്ഞ പോലെ നിയമം വന്നാലും മറ്റ് സ്റ്റേറ്റിൽ ഒരു മാറ്റം വരാൻ ഇനി പോകുന്നില്ല. ഇപ്പം എന്താ പറയുക, ഇനിയിപ്പോൾ അടുത്ത യാത്ര ചെന്നൈ തന്നെയാണ്. അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.